ഹായ്, നമ്മളെല്ലാവരും റിട്ടയർ ആവുക നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് അല്ലേ. കാരണം നമുക്കറിയാം നമ്മുടെ ലൈഫിൻ്റെ സെക്കൻഡ് ഇന്നിങ്സ് ആണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇന്നിങ്സ് എങ്ങനെയായിരിക്കണം? ലൈഫിൻ്റെ ആദ്യ പാർട്ടിൽ നമ്മൾ വളരെ ഒരു ഗിവർ ആയിരിക്കും, നമ്മളെല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ടാവും. സെക്കൻഡ് പാർട്ടിലോ നമ്മൾ അവരുടെ മുന്നിൽ കൈനീട്ടുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇന്നത്തെ പല സിറ്റുവേഷൻസിൽ കാണാം, പല ഫാമിലീസിലും നമ്മൾ നഷ്ടപ്പെടുന്നത് നമുക്ക് കൃത്യമായൊരു വിലയില്ലാതാകുന്ന അവസ്ഥയാണ് വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത് കാരണം നമ്മളൊരു കൃത്യമായിട്ട് ഏൺ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും മാറ്റി വെച്ചിട്ടില്ല നമുക്ക് വേണ്ടി. റിട്ടയർമെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങളല്ലാതെ മറ്റൊരാളും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാനില്ല. അപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്ന ദിവസം പല ആൾക്കാരും പറയുന്നത് എൻ്റെ കയ്യിൽ സമയമുണ്ടല്ലോ എന്നുള്ളതാണ്. ആ സമയമുള്ളത് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ യു ഗോട്ട് ഇനഫ് ടൈം ടു പ്രിപ്പയർ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യമായി സമയമുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക, റിട്ടയർമെൻറ്റ് പ്ലാൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന വളരെ ഫാബുലസ് ആയ പ്രൊജക്റ്റാണ് റിട്ടയർ റിച്ച്. ആ ഒരു റിട്ടയർ റിച്ച് എന്ന പ്രൊജക്റ്റിലൂടെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ റിട്ടയർമെൻറ്റ് കോർപ്പസ് എത്ര വേണ്ടി വരും, നിങ്ങൾ റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് എത്ര ഫണ്ട് വേണ്ടി വരും, അതിനെപ്പറ്റി കൃത്യമായൊരു അവലോകനം ഉണ്ടാവും. അതുപോലെ ആ ഒരു ഫണ്ടിലേക്ക് എത്താൻ വേണ്ടി ഞാൻ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള റിസ്ക് അപ്പറ്റൈറ്റ് ആയി മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുക. ഒരു ഡോക്ടർ കൃത്യമായിട്ട് ഒരു ക്യാപ്സ്യൂൾസ്, ഒരു മരുന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് റിപ്പോർട്ട്സിൻ്റെ ബേസിസിലാണ്, കൃത്യമായി ഡയഗ്നോസ് ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങൾ ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യും. അതിനനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു റിപ്പോർട്ട്സ് തരും. ആ റിപ്പോർട്ട്സിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കൃത്യമായൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. വി ആർ ജസ്റ്റ് കോൾ അവേ ഫ്രം യു. താങ്ക് യു സോ മച്ച്.